ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു കോംപ്ലക്സ് നമ്പർ എങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പഠിക്കാം. അപ്പോൾ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട് റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ തൽക്കാലം പ്രോബ്ലം വൈസ് ചെയ്തു പോവുകയാണ്. ഓരോ പ്രോബ്ലം ചെയ്യുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെത്തേഡുകൾ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ 1 ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ദി ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൻ്റെ സിംഗുലർ പോയിന്റ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഓൾസോ കാൽക്കുലേറ്റ് ദ റെസിഡ്യൂ ഓഫ് ദിസ് ഫംഗ്ഷൻ. റെസിഡ്യൂ കണ്ടുപിടിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ് റെസിഡ്യൂ കണ്ടുപിടിക്കുക വെച്ചാൽ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെസിഡ്യൂ കണ്ടുപിടിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നില്ല, റെസിഡ്യൂ മാത്രം കണ്ടുപിടിക്കുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിന് ഈക്വൽ ടു 0 കൊടുക്കുക. സോ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ഡിനോമിനേറ്റർ ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0 കിട്ടണമെങ്കിൽ ഇസഡ് ഈ രണ്ട് ഇസഡിന് 2 വാല്യൂസ് കൊടുക്കാം. അതായത് ഇസഡ് ഈസ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ 0 ആണ്. ഇതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു 2 ഇസ് എ പോൾ ഓഫ് ഓർഡർ 1. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇസഡ് ഈസ് ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. അപ്പോൾ ഇസഡ് ഈസ് ഈക്വൽ ടു 1 ഇസ് എ പോൾ, ഇതിൻ്റെ പവർ 2 ആണ്, is a pole of order 2. അപ്പോൾ ആദ്യം പോൾ കണ്ടുപിടിക്കാം. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഫസ്റ്റ് ഓർഡറിൻ്റെയാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഫസ്റ്റ് ഓർഡർ പോളിൻ്റെ കറസ്പോണ്ടിങ് റെസിഡ്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. ലിമിറ്റ് ഇസഡ് ടെൻഡിങ് ടു ഇസഡ് നോട്ട്, limit z tending to z naught, z minus z naught into f of z. അപ്പോൾ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെത് പോൾ ഓഫ് ഓർഡർ 1 ആണ്. കണ്ടോ? അപ്പോൾ z നോട്ട് എന്ന് പറയുന്നതാണ് പോൾ എന്ന് പറയുന്നത്. z നോട്ട് ആണ് പോൾ. സോ ഇവിടെ z നോട്ട്. അപ്പോൾ ലിമിറ്റ് z tending to 2 z minus 2 into f of z ഇത് തന്നെ z സ്ക്വയർ ഹോൾ ഡിവൈഡ് ബൈ z minus 2 into z minus 1 ദി ഹോൾ സ്ക്വയർ. ഈ രണ്ട് ക്വാണ്ടിറ്റിയും വെട്ടിക്കളയാം നമുക്ക്. ഇനി എന്ത് ചെയ്യുക, ഇസഡിന് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഇസ് ഈക്വൽ ടു 2 സ്ക്വയർ ഡിവൈഡ് ബൈ 2 minus 1 the whole square, that is equal to 4 by 1 square is equal to 4. ഇതാണ് ഫസ്റ്റ് ഓർഡർ പോളിൻ്റെ റെസിഡ്യൂ എന്ന് പറയുന്നത് 4 ആണ്. ഇനി nth ഓർഡർ, അതായത് nth ഓർഡർ പോളാണെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. റെസിഡ്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്. റെസിഡ്യൂ ഇസ് ഈക്വൽ ടു 1 by n minus 1 factorial into d raised to n minus 1 divided by dz raised to n minus 1 into z minus z naught whole raised to n into f of z. ഇതാണ് nth ഓർഡർ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചറിയാം സെക്കൻഡ് ഓർഡറാണ്. അപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം നമുക്കിവിടെ. അപ്പോൾ ഞാൻ വീണ്ടും ഒന്നുകൂടെ ഫംഗ്ഷൻ താഴേക്ക് എഴുതുകയാണ്. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2. അപ്പോൾ ഇവിടെ n എത്രയാണ്? 2 ആണ്. ഓർഡറിനെയാണ് നമ്മൾ n എന്ന് പറയുന്നത്. സോ n ഈക്വൽ ടു 2. അപ്പോൾ റെസിഡ്യൂ ഇസ് ഈക്വൽ ടു 1 by 2 minus 1 factorial into d raised to 2 minus 1 divided by dz raised to 2 minus 1 into z minus 2. Sorry, z minus z not 1 ആണ്. 1 അല്ലേ? 1 the whole square into f of z.
ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസഡ് മൈനസ് 2. സോ ഈ രണ്ട് ക്വാണ്ടിറ്റി നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്തുണ്ട്? 1 മൈനസ് 2 മൈനസ് 1 ഫാക്ടർ 1 ഫാക്ടോറിയൽ തന്നെ. ഇത് ഡി ബൈ ഡി ഇസഡ് ഓഫ് ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇസഡ് മൈനസ് 2. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ നമുക്ക് എന്തുപയോഗിക്കാം? അവിടെ കോഷ്യൻ്റ് റൂൾ ഉപയോഗിക്കാം. സോ ഇസഡ് മൈനസ് 2 ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ ഡിനോമിനേറ്റർ into derivative of the numerator minus numerator into derivative of the denominator. That is equal to z minus 2 into 2z minus z square whole divided by z minus 2 the whole square. ഇനി എന്ത് ചെയ്യുക? z is equal to 1 എന്ന് പുട്ട് ചെയ്യുക. z is equal to 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം 1 ആണ് പോള്. 2 ഓർഡർ ഉള്ളതിൻ്റെത് 1 ആണ് പോള്. equal to 1 minus 2 into 2 into 1 minus 1 square divided by z 1 minus 2 the whole square. That is equal to minus 1 into 2 minus 1 whole divided by minus 1 the whole square. That is equal to minus 2 minus 1 divided by 1 is equal to minus 3. So minus 3 ആണ് എന്ത്? റെസിഡ്യൂ എന്ന് പറയുന്നത്. അതായത് ഇസഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ആയിട്ടുള്ള പോളാണ്. ആ പോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ ആണ് -3. ഇനി ഇസഡ് ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ പോളാണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റെസിഡ്യൂ ആണ് 4. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ റെസിഡ്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എഫ് ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു ഇസഡ് e raised to z divided by z minus a the whole cube. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഡിനോമിനേറ്ററിന് ഈക്വൽ ടു 0 കൊടുത്തുകൊണ്ട് പോള് കാൽക്കുലേറ്റ് ചെയ്യുക. സോ z മൈനസ് എ ദി ഹോൾ ക്യൂബ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ z ഇസ് ഈക്വൽ ടു 0 ആണ് നമ്മുടെ z നോട്ട് എന്ന് എ ആണ് നമ്മുടെ z നോട്ട്. ഇവിടെ എ കൊടുത്തു കഴിഞ്ഞാൽ ഇത് 0 ആയി പോകും. ഓർഡർ എത്രയാണ്? തേർഡ് ആണ്. അപ്പോൾ ഇത് തേർഡ് ഓർഡർ ആണ് ചെയ്യേണ്ടത്. പോൾ എത്രയാണ്? എ ആണ്. ഓക്കെ, അപ്പോൾ nth ഓർഡറിൻ്റെ റെസിഡ്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ റെസിഡ്യൂ ഇസ് ഈക്വൽ ടു 1 by n minus 1 factorial into d raised to n minus 1 divided by dz raised to n minus 1 into z minus z naught whole raised to n into f of z. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ n 3 ആണ് ഇവിടെ. ഹിയർ n ഈക്വൽ ടു 3 z naught ഈക്വൽ ടു a. ശരിയല്ലേ? അപ്പോൾ 1 by 3 minus 1 factorial into d raised to 3 minus 1 divided by dz raised to 3 minus 1 into z minus a the whole cube into f of z. z d raised to z divided by z minus a the whole cube. ഈ രണ്ട് ക്വാണ്ടിറ്റിയും വെട്ടിക്കളയാലോ, ക്യാൻസൽ ചെയ്യാം. ബാക്കി 1/2 into d square by dz square of z d raised to z എന്നെഴുതാം. ഈക്വൽ ടു 1/2 ഇൻറ്റു 2 പ്രാവശ്യം ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ ഡി ബൈ ഡി സെഡ് ഓഫ് ആദ്യത്തെ എടുക്കുമ്പോൾ ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ് 1. ഒന്നൊരു ഡെറിവേറ്റീവ് എടുക്കണം. സോ 1/2 ഇൻറ്റു ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ടേം പ്ലസ് സെക്കൻഡ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഫസ്റ്റ് പ്ലസ് അടുത്ത ടേമിൻ്റെ ഡി റേസ് ടു സെഡ് 1/2 ഇൻറ്റു z e raised to z പ്ലസ് 2 e raised to z എന്നെഴുതാം. എന്ത് ചെയ്യുക? z is equal to എത്രയാണ്? a. z is equal to a or z not is equal to a. So that is equal to 1/2 into a e raised to a plus 2 e raised to a. രണ്ടിടത്തും e raised to a കോമൺ ഉണ്ട്, പുറത്തേക്ക് എടുക്കാം. ഈക്വൽ ടു e raised to a/2 into a plus 2. Then residue e raised to a/2 into a plus 2 and this is the residue. Okay, so moving to the next question ഇതാണ് f of z is equal to e raised to 2z divided by z square plus 1. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മൾ പുതിയൊരു മെത്തേഡ് കൂടി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം എന്താ സ്റ്റെപ്പ്? പോളുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡിനോമിനേറ്റർ ഈക്വൽ ടു 0, z square plus 1 is equal to 0 or
ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു -1. സോ ഇസഡിന് ഏത് കൊടുത്തു കഴിഞ്ഞാൽ -1 കിട്ടും. ഇസഡിന് ഐ കൊടുത്തു കഴിഞ്ഞാൽ ഐ സ്ക്വയർ -1 ആണ്. ഇസഡിന് -1 കൊടുത്തു കഴിഞ്ഞാലും -i കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്ത് കിട്ടും? ഐ സ്ക്വയർ -1 തന്നെ കിട്ടും. സോ ഇസഡ് ഈസ് ഈക്വൽ ടു i, -1. ഇപ്പോഴും ചില ആൾക്ക് സംശയം ഉണ്ടാവും ഇതെങ്ങനെയാണ് മൈനസ് വരുന്നതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ഓൾറെഡി അറിയാം. ഈ -i ഹോൾ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ മൈനസിൻ്റെ സ്ക്വയറും എടുക്കണം, ഐയുടെ സ്ക്വയറും എടുക്കണം. മൈനസിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആവും. ഐയുടെ സ്ക്വയർ ഇൻറ്റു -1 കണ്ടോ? അപ്പോൾ ഇത് രണ്ടുമാണ് പോളുകൾ. ഓക്കെ, ഒന്നെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാം. എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2z ഡിവൈഡഡ് ബൈ ഇതിനെ z+1 ഇൻറ്റു z+i ഇൻറ്റു z-i എന്ന് എഴുതാം, ഫാക്ടറൈസ് ചെയ്ത് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യുക? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2z ഡിവൈഡഡ് ബൈ z+i. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യുക? i ഈക്വൽ ടു z ഈസ് ഈക്വൽ ടു i എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പ്ലസ് ഇ റേസ് ടു 2z ഡിവൈഡഡ് ബൈ z-i എന്ത് ചെയ്യുക? z ഈസ് ഈക്വൽ ടു -i എന്ന് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ഐ കൊടുത്തു കഴിഞ്ഞാൽ 0 ആയി പോവും. അപ്പോൾ ഈ ടേം ഒഴികെ ബാക്കിയുള്ള ടേമിനെ മുകളിലേക്ക് കയറ്റി നിർത്തുക. ഇത് കണ്ടോ, ഇത് ഇത്രയും. എന്നിട്ട് z ഈസ് ഈക്വൽ ടു i എന്ന് കൊടുക്കുക. ഇനി -i കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേമിൽ കൊടുത്താൽ 0 ആയി പോകും. അപ്പോൾ ഈ ടേമിനെ ഒഴിവാക്കി ബാക്കി ടേമിനെ എടുക്കുക. കണ്ടോ, ഇതിപ്പോൾ ഒന്നുമില്ല. റെസിഡ്യൂ ഈസ് ഈക്വൽ ടു z - z0 ഇൻറ്റു ലിമിറ്റ് z ടെൻഡിങ് ടു z0 ഇൻറ്റു z - z0 ഇൻറ്റു എഫ് ഓഫ് z. ആ ഫോം തന്നെയാണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇ റേസ് ടു 2i ഡിവൈഡഡ് ബൈ i പ്ലസ് i 2i പ്ലസ് ഇ റേസ് ടു -2i ഡിവൈഡഡ് ബൈ -2i. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2i മൈനസ് ഇ റേസ് ടു -2i ഹോൾ ഡിവൈഡഡ് ബൈ 2i. ഇങ്ങനെ നമുക്ക് എഴുതാം റെസിഡ്യൂ. അപ്പോൾ ഇത് ഒന്നിൻ്റെ റെസിഡ്യൂ ആണ്, ഇത് മറ്റൊന്നിൻ്റെ റെസിഡ്യൂ ആണ്. ഇങ്ങനെ ചേർത്ത് എഴുതണ്ട. ഇത് ഒരു കാര്യത്തിൻ്റെ റെസിഡ്യൂ, ഇത് മറ്റൊരു കാര്യത്തിൻ്റെ റെസിഡ്യൂ. അങ്ങനെ അറിഞ്ഞെഴുതാൽ മതി. ഓക്കെ, ഇങ്ങനെ ഇതൊരു മെത്തേഡാണ്. ഇതല്ലാതെ ഇതെങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പഠിക്കണം. സെക്കൻഡ് മെത്തേഡ് കൂടി നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2z ഡിവൈഡഡ് ബൈ z² + 1. സോ നമ്മുടെ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +i വരാം, -i വരാം. എന്ത് ചെയ്യണമെന്നറിയോ? ഇപ്പോൾ എഫ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ സൈ ഓഫ് ഇസഡ് ഇങ്ങനൊരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ദേ റെസിഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഫൈ ഓഫ് ഇസഡ് ഡിവൈഡഡ് ബൈ സൈ ഡാഷ് ഓഫ് ഇസഡ് അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു z0. ഇതാണ് നമ്മുടെ ആ ഒരു ജനറൽ ഫോർമുല. അതായത് ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് മുകളിലും താഴെയും നമ്മുടെ കയ്യിലുള്ള പോളുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫൈ ഓഫ് ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലുള്ള ഇ റേസ് ടു 2z തന്നെയാണ്. ഇ റേസ് ടു 2z ഡിവൈഡ് ബൈ ഇതിൻ്റെ ഡെറിവേറ്റീവ് 2z. എന്ത് ചെയ്യുക? ഇസഡ് ഈസ് ഈക്വൽ ടു i എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 2i ഡിവൈഡ് ബൈ 2i എന്നെഴുതാം. ഇനി അതുപോലെ തന്നെ ഇ റേസ് ടു 2z ഡിവൈഡഡ് ബൈ 2z അറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു i എഴുതാമല്ലോ, വിച്ച് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു -2i ഡിവൈഡഡ് ബൈ -2i. കണ്ടോ, ഇതെന്ന് പറയുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു -iയിലെ റെസിഡ്യൂ ആണ്. ഇതെന്ന് പറയുന്നത് ഇസഡ് ഈസ് ഈക്വൽ ടു iയിലെ റെസിഡ്യൂ ആണ്. സോ ഇങ്ങനെയും കണ്ടുപിടിക്കാം. അപ്പോൾ 3 കാര്യങ്ങൾ, 3 മെത്തേഡ്സാണ് പഠിച്ചത്. പോള് 1 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇസഡ് റെസിഡ്യൂ എന്ന് പറയുന്നത് z - z0 ഹോൾ റേസ് ടു n ഇൻറ്റു എഫ് ഓഫ് ഇസഡ്, അല്ലെങ്കിൽ z - z0 ഇൻറ്റു എഫ് ഓഫ് ഇസഡ് ഇതിൻ്റെ ലിമിറ്റ് കൊടുക്കുക. nth ഓർഡറിൻ്റെ പോളാണെങ്കിൽ
1/n-1 factorial into d raised to n-1 divided by dz raised to n-1 into z minus z naught whole raised to n into f of z. ഇങ്ങനെയുള്ള ഫോർമാറ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് ഓരോ ഐയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇത് കുറച്ചുകൂടെ ഒരു ഈസി മെത്തേഡാണ്.